നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ദിവസം പറയാമെന്ന് വെച്ചാൽ ഈ മണ്ഡലകാലമായിട്ടേ അനവധി ആൾക്കാർക്ക് ഈ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, എന്തെല്ലാം കാലവൃത്തിയിൽ ഒഴിവാക്കണം, എങ്ങനെയെല്ലാം അനുഷ്ഠിച്ച് ശബരിമലയ്ക്ക് പോകണം എന്നൊക്കെ പൂർണ്ണമായിട്ട് അറിയാത്ത അനവധി ആൾക്കാരുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അതൊന്ന് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ കുറേ നമ്മളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കറിയാവുന്ന ചുരുങ്ങിയ കാര്യങ്ങളും നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ശരിക്കും ഈ മണ്ഡലകാലത്ത് വ്രതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമലയ്ക്ക് പോയാലും ഇല്ലെങ്കിലും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മണ്ഡലകാലത്ത് വ്രതം അനുഷ്ഠിക്കണം എന്നാണ് പറയണം. ഈ 40 ദിവസക്കാലം മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറയണം. അതാണ് ഒരു ആചാരാനുഷ്ഠാനത്തിൽ പെടുന്നൊരു വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പോണ ആൾക്കാർ, ആദ്യമായിട്ട് ശബരിമല ദർശിക്കാൻ പോകുന്ന ആൾക്കാർ, കെട്ടി നിറച്ച് പോകുന്ന ആൾക്കാർ 51 ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്നാണ് പറയണം. കാരണം നമ്മൾ ശബരിമലയ്ക്ക് പോകാനുള്ള മാല ധരിക്കുന്നതിന് മുമ്പ് തന്നെ 10 ദിവസം വ്രതം അനുഷ്ഠിക്കണം. അത് ഗൃഹത്തിലും അതിൻ്റെ ശുദ്ധി വേണം, ദേഹശുദ്ധി വേണം, പരിസരശുദ്ധി വേണം. ഇങ്ങനെയെല്ലാം 10 ദിവസം വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം വേണം ഭഗവാന്റെ ആ തിരുരൂപം അണിഞ്ഞിരിക്കുന്ന ആ മാല നമ്മൾ പൂജിച്ചണിയാനായിട്ട്. അതിനുശേഷം 40 ദിവസം വ്രതം അനുഷ്ഠിച്ച് വേണം കെട്ടി നിറച്ച് ശബരിമലയ്ക്ക് പോകാൻ. അത് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണെങ്കിൽ അനവധി കാര്യങ്ങൾ ഈ ശബരിമലയ്ക്ക് പോകാൻ മാറിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം അതിനകത്തൊരു പ്രധാന കാര്യമാണ് നമ്മൾ സ്വീകരണങ്ങൾ, സൽക്കാരങ്ങൾ, അവയെല്ലാം നമ്മൾ ഒഴിവാക്കണം. അത് വളരെ വിശേഷമാണ്. നമ്മളെ ഈ പുരവാസ്തുലികൾ ക്ഷണിക്കും, വിവാഹങ്ങൾ ക്ഷണിക്കും, വിവാഹത്തിനനുസരിച്ചുള്ള ചടങ്ങുകൾ ക്ഷണിക്കും. ഇതൊന്നും നമ്മൾ പങ്കെടുക്കാൻ സാധിക്കില്ല, നമുക്കൊന്നും പങ്കെടുക്കാൻ പാടില്ല. വാസ്തവത്തിൽ ഈ മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ വിവാഹങ്ങൾ പങ്കുചേരാൻ പാടില്ല. അതുപോലെ തന്നെ ഗൃഹപ്രവേശനം, അതുപോലെ തന്നെ ഈ നമ്മളെ സ്വീകരിക്കുന്ന പ്രവൃത്തികൾ, അതായത് നമ്മളെ സൽക്കരിക്കുന്ന പ്രവൃത്തികൾ, അതിനകത്തൊന്നും നമ്മൾ പങ്കുചേരാൻ പാടില്ല. പിന്നെ സിനിമ, അതുപോലെ തന്നെ നാടകങ്ങൾ കാണൽ, കലാപരിപാടികൾ കാണാൻ പോകൽ, അങ്ങനെയുള്ള പല അനവധി കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ. അതുപോലെ ഗൃഹത്തിൽ ഏറ്റവും ശുദ്ധിയും വൃത്തിയും പരിസരശുദ്ധിയും എല്ലാം വേണം. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഗൃഹത്തിൽ നിന്ന് എവിടെ പോയാലും എങ്ങോട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ നമ്മൾ ശുദ്ധിയായിരിക്കണം. ഗൃഹത്തിനകത്ത് ചിലപ്പോൾ ശുദ്ധിയാവണം. അതായത് കൈകാലുകൾ കഴുകി അല്പം ജലം ശിരസിൽ പ്രോക്ഷിച്ച് വേണം നമ്മളുടെ വീട്ടിലേക്ക് ഇറങ്ങും. കാരണം നമ്മൾ ഈ മാല ധരിച്ചു കഴിഞ്ഞാലേ അയ്യപ്പസ്വാമി ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാമി വസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ക്ഷേത്രമാണ്. അപ്പോൾ അതിനത്രയും ശുദ്ധിയും വൃത്തിയൊക്കെ വേണം. അപ്പോൾ നമ്മൾ മാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ശുദ്ധിയും വൃത്തിയും പരിശുദ്ധിയും എല്ലാം വേണം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കൈയും കാലും കഴുകി ശുദ്ധിയായിട്ട് വേണം വീടിനകത്ത് കയറാൻ. ഉദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പായിട്ട് ശരണം വിളിച്ചിരിക്കണം. വടക്ക് തെളിയിച്ച് ശരണം വിളിക്കണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ശരണം വിളിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ശരണം വിളിക്കണം. അത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ അനവധി യാത്രകളൊക്കെ എണ്ണം ഒഴിവാക്കണം ഈ സമയത്തെ. കാരണം നമ്മൾ അനവധി യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പൂർണ്ണ ശുദ്ധി കിട്ടില്ല. അനവധി 2 നേരവും കുളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, ശരണം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പരിസരവും ഗൃഹവും അല്ലെങ്കിൽ നമ്മളുടെ ദേഹമൊന്നും അത്രയും ശുദ്ധിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കില്ല. വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ അനവധി യാത്രകളുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ക്ഷൗരമൊന്നും പാടില്ല. മുടി വെട്ടാനോ താടി വലിക്കാനോ ഒന്നും പാടില്ല. നഗരി വെട്ടാൻ പാടില്ല. അല്ലേ, ഒരു കിടക്കയും മറ്റ് വിരികളും ഉപയോഗിച്ച് കട്ടിൽ വരെയും കിടക്കാൻ പാടില്ല. ഒരു തടുക്കുവായിട്ട് തിണ്ണയിൽ വേണം കിടക്കാൻ. ഒരു പായിട്ട് തിണ്ണയിൽ കിടന്നാണ്
ഈ വ്രതം അനുഷ്ഠിക്കേണ്ട ആൾക്കാർ ആചരിക്കേണ്ടത്. അല്ലാതെ ഏറ്റവും സുഖത്തോടു കൂടിയൊന്നും കിടക്കാനൊന്നും പാടില്ല. മനസ്സിലായ ഇതൊരു ദിക്കിനേക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിൽ ശരണം വിളിച്ച് അടുത്ത ക്ഷേത്രത്തിൽ പോകണം. അത് നിർബന്ധമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണസിദ്ധി ലഭിക്കുകയുള്ളൂ. അതിനെല്ലാവരും ശ്രദ്ധിക്കണം. എന്താണെങ്കിലും ആദ്യമായിട്ട് പോണ ആൾക്കാർ 50 ദിവസം വ്രതം അനുഷ്ഠിക്കണം. അതിന് 10 ദിവസം കഴിഞ്ഞിട്ട് വേണം മാല ധരിക്കാനായിട്ട്. ബാക്കി ഒരു 40 ദിവസം വ്രതം അനുഷ്ഠിച്ച് വേണം ശബരിമലയ്ക്ക് പോവാനായിട്ട്. പോണ ആൾക്കാർ ഗൃഹം, പരിസരം, നമ്മുടെ ശരീരം, ഇതെല്ലാം നമ്മൾ ഏറ്റവും ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. ശബരിമലയ്ക്ക് പോണ ആൾക്കാർ ധാരാളം സാമഗ്രികളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നാളികേരം നിർബന്ധം, നെയ്ത്തേക നിർബന്ധം, അരി, ശർക്കര, കദളിപ്പഴം, ഒരു വെറ്റിലടക്കയും കാണിക്കുകയും. ഇതാണ് ശബരിമലയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. ആൾക്കാർ അനവധി സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നാളികേരം, നെയ്ത്തേങ്ങ, അരി, ശർക്കര, അതുപോലെ തന്നെ കദളിപ്പഴം, ഒരു വെറ്റിലടക്കയും കാണിക്കുകയും. ഇതാണ് ഏറ്റവും പ്രാധാന്യം. ഇത് മാത്രം മതി. അനവധി സാമഗ്രികളൊന്നും ശബരിമലയ്ക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. മഞ്ഞപ്പൊടി, മണ്ടപ്പൊടി ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതൊന്നും അവിടെ ഉപയോഗിക്കുന്ന സാമഗ്രികളുമല്ല. ഇത് നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട സാമഗ്രികളാണ്. ഇതൊക്കെ ആയിട്ട് വേണം ശബരിമലയ്ക്ക് പോകാനായിട്ട്. എന്താണെങ്കിലും കൃത്യമായിട്ട് വ്രതം അനുഷ്ഠിച്ച് വേണം ശബരിമല ദർശനം നടത്താൻ. എന്നാൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ. എന്താണെങ്കിലും എല്ലാവരും കൃത്യമായിട്ടൊക്കെ അനുഷ്ഠിച്ച് വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെ ശബരിമലയ്ക്ക് പോവാം. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഉണ്ടാവട്ടെ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പിതൃക്കളുടെ ഒരനുഗ്രഹം വേണം നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ പമ്പയിൽ എല്ലാവരും പോയിട്ട് ബലിതർപ്പണം നടത്തണം. ബലിതർപ്പണം നടത്താതൊന്നും ശബരിമല കയറിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എത്ര കുഞ്ഞു കുട്ടിയാണെങ്കിലും എത്ര വാർദ്ധക്യമുള്ള ആളാണെങ്കിലും ശബരിമലയ്ക്ക് മല ചവിട്ടാനുണ്ടെങ്കിൽ പിതൃക്കൾക്ക് ബലി നടത്തണം. ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പിതൃക്കൾക്ക് ബലി നടത്തി വേണം ആൾക്കാർ മലയ്ക്ക് പോകാനായിട്ട്. നമ്മളുടെ സുഹൃത്തുക്കളുടെ, മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ആര് മരിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ നമ്മൾ ഒരു സങ്കല്പിച്ച് ബലിതർപ്പണം കഴിച്ചിട്ട് വേണം നമ്മൾ ശബരിമല കയറാനായിട്ട്. എന്നാൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ. പിന്നെ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മലയ്ക്ക് പോകണമെങ്കിൽ ദർശനം നടത്തണം. സ്വാമി ആയി കഴിഞ്ഞാൽ, വ്രതം അനുഷ്ഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തണം. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല മഹാക്ഷേത്രങ്ങൾ ഏറ്റുമാനൂർ, വൈക്കം, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ചോറ്റാനിക്കര, പ്രയാറ്, അങ്ങനെ അടുത്തുള്ള സാധിക്കുന്ന എല്ലാ മഹാക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വേണം ശബരിമലയ്ക്ക് പോകാൻ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാം ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ദർശനം നടത്തി ക്ഷേത്രത്തിൽ പോവാം, മലയ്ക്ക് പോവാം. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.